എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. വീടാമുയർച്ചി, ഡൊമിനിക്, ഹണ്ട്, രേഖാചിത്രം, തങ്കമണി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഫിയർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്ക് സിനിമയാണ്. വേദികയാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ മലയാളം വെർഷൻ ഇന്ന് ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. നിങ്ങൾക്ക് കയറിയാൽ കാണാവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. റഹ്മാൻ, സെന്തിൽ, ബിബിൻ ജോർജ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി കോമഡി മൂവിയാണ് ബാഡ് ബോയ്സ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഉടനെ തന്നെ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. മാർച്ച് 2nd വീക്കിലായിരിക്കും ബാഡ് ബോയ്സിന്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ മോശം അഭിപ്രായമാണ് ബാന്ദ്രയ്ക്ക് ലഭിച്ചത്. ദിലീപും തമനയുമാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് ബാന്ദ്ര സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 2nd വീക്കിൽ ബാന്ദ്ര സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഒരു ജാതി ജാതകം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. വിനീത് ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഒരു ജാതി ജാതകത്തിന് ലഭിച്ചത്. ഈ സിനിമയുടെ OTTക്ക് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നുണ്ട്. മുഴുവനായിട്ടും ഒരു കോമഡി സിനിമയാണ് ഒരു ജാതി ജാതകം. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ആമസോണും മനോരമ മാക്സും കൂടിയാണ് സിനിമ വാങ്ങിയിരിക്കുന്നത്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സിനിമ ഈ വീക്കിൽ തന്നെ റിലീസാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. മാർച്ച് 7 അല്ലെങ്കിൽ 8 ഈ ദിവസമായിരിക്കും സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. സിനിമ ഇറങ്ങിയിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ദിലീപ്, നിതപിള്ളയാണ് തങ്കമണിയിൽ അഭിനയിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ OTT വിറ്റുപോയില്ല. ഇപ്പോഴിതാ ഒടുവിൽ ആമസോൺ പ്രൈം തങ്കമണി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സർപ്രൈസ് ആയിട്ട് വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഈ മാസം തന്നെ തങ്കമണി റിലീസായേക്കും. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. വിനയ് ഫോർട്ടാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് വാതിലിന് ലഭിച്ചത്. ഇപ്പോഴിതാ മനോരമ മാക്സ് വാതിൽ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തുവിട്ടിട്ടുണ്ട്. മാർച്ച് 2nd വീക്കോടെ വാതിൽ സിനിമ മനോരമ മാക്സിൽ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. കുഞ്ചാക്ക ബോബൻ, ജഗദീഷ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ആണ് ഓഫീസർ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഓഫീസർ. ഇപ്പോഴിതാ ആമസോൺ പ്രൈം സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ ഓഫീസർ സിനിമ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രേഖാചിത്രം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കാരണം രേഖാചിത്രം അത്രയ്ക്കും ഹിറ്റായിട്ടുണ്ടായിരുന്നു. 2025 ആദ്യത്തെ ഹിറ്റ് തന്നെയായിരുന്നു രേഖാചിത്രം. ആസിഫ് അലി, അനശ്വര രാജനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു ക്ലാസിക് ത്രില്ലർ സിനിമയാണ് രേഖാചിത്രം. ഈ സിനിമയുടെ OTT സോണി ലീവാണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 7 രേഖാചിത്രം എന്ന സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വിടാമുയർച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അജിത്ത് നായകനായ ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. 100 കോടി ക്ലബിൽ ഇടം പിടിച്ച സിനിമയുടെ OTT നെറ്റ്ഫ്ലിക്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. മാർച്ച് 3 സിനിമയുടെ റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് നെറ്റ്ഫ്ലിക്സിൽ വിടാമുയർച്ചിയുടെ OTT റിലീസ് ഉണ്ട്. മലയാളം വെർഷനും ഇന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ഡൊമിനിക്കിന് ലഭിച്ചത്. പക്ഷേ സിനിമ പെട്ടെന്ന് വാഷ് ഔട്ടായി. ഗൗതം വാസുദേവാണ് ഡൊമിനിക് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ സിനിമ മാർച്ച് 4 സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹലോ മമ്മി ഇതുപോലെ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഡൊമിനിക്കും വന്നേക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി ഡൊമിനിക് റിലീസാകാനും സാധ്യതയുണ്ട്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഭാവന നായകിയ സിനിമയായിരുന്നു ഹണ്ട്. തിയേറ്ററിൽ നിന്ന് നല്ല കയ്യടിയാണ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഹൊറർ ത്രില്ലർ സിനിമയാണ് ഹണ്ട്.
കോളേജിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഹണ്ട് സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. മാർച്ച് 2nd വീക്കിനുള്ളിൽ ഹണ്ട് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഈ മാർച്ച് മാസത്തിൽ ഒരുപാട് സിനിമകൾ റിലീസുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.